വയനാട് ദുരിതത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട പ്രശാന്ത് സുനിത ദമ്പതികൾക്ക് സ്നേഹസമ്മാനമായി പുത്തൻവേലിക്കരയിലെ ചാത്തേടം തുരുത്തിപ്പുറം നിവാസികൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മെയ് 7-ന് നടക്കുമെന്ന് ഭവന നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീട് നഷ്ടമായതോടെ ലയത്തിലാണ് കുടുംബത്തിന്റെ താമസം. 10 ലക്ഷം രൂപ ചിലവിട്ട് 685 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള വീടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ സുനിത മുന്നിട്ടിറങ്ങിയിരുന്നു. പ്രായമായ മാതാപിതാക്കളും 2 മക്കളും അംഗപരിമിതയായ സഹോദരിയും അടങ്ങുന്ന സുനിതയുടെ കുടുംബം വീട് നഷ്ടമായതോടെ ലയത്തിലാണ് താമസം. വയനാട്ടിലെ സന്നദ്ധ പ്രവർത്തകനായ യാഹ്യ ഖാൻ തലക്കൽ വഴിയാണ് അർഹമായ കുടുംബത്തെ തിരഞ്ഞെടുത്തത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ തുരുത്തിപ്പുറം ഗ്രാമത്തിലെ നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം ദ്രുതഗതിയിൽ സ്വരൂപിച്ചു. ജനുവരി 7-ന് തറക്കല്ലിട്ട് മാസങ്ങൾക്കുള്ളിൽ വീടിന്റെ പണി പൂർത്തീകരിച്ചു. നാളെ വൈകിട്ട് 6-ന് തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശാന്തിനും സുനിതയ്ക്കും വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് പള്ളി വികാരി ഫാദർ ജോയിസ് റാമ്പിക്കൽ, കൺവീനർ ബിനോയ് ആന്റണി വലിയപറമ്പിൽ, ടി ബിജു, KR തോമസ് എന്നിവർ പറഞ്ഞു. മീഡിയ ടൈം, പറവൂർ.